രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കാൻ അന്വേഷണ സംഘം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഇന്ന് യുവതിയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും. പുറത്തുവന്ന യുവതിയുടെയും രാഹുലിന്റെയും ശബ്ദമാണെന്ന് സ്ഥിരീകരിക്കാനാണ് നീക്കം. സിജോ വിജോണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിജോ, ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ രാഹുലിനെതിരായ ഏറ്റവും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണോ ഇന്ന് നടക്കുന്ന പരിശോധന? ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിന് മുന്നോടിയായി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശബ്ദ പരിശോധന നടക്കുകയും ചെയ്യുക. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ നൽകിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ യുവതിയും തമ്മിലുള്ള ശബ്ദരേഖ. അവർ സംസാരിക്കുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതുമൊക്കെ ഈ ഓഡിയോയിലുണ്ട്. ഇത് രാഹുലും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമാണെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ പരിശോധന അതിലൂടെ തെളിയിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഈ അതിജീവിതയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അത് പരിശോധിക്കുക. അതിനോടൊപ്പം തന്നെ ഈ അതിജീവിത സംസാരിച്ചിരിക്കുന്ന മറ്റ് ചില ആളുകളുണ്ട്, അവരുടെയും ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിലവിൽ ഒളിവിലാണുള്ളത്. അപ്പോൾ രാഹുലിന്റെ ശബ്ദം ഒരു സ്ഥലത്ത് നേരിട്ട് എത്തിച്ച് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ഒളിവിൽ പോയിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷെ രാഹുലിന്റെ നേരത്തെയുള്ള ശബ്ദ സാമ്പിളുകൾ, രാഹുൽ തന്നെ സംസാരിക്കുന്ന ഓഡിയോ ഒക്കെ വെച്ചായിരിക്കും അത് ഈ പറയുന്ന അതിന്റെ പരിശോധനകൾ നടത്തുക. എന്തായാലും കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത് രാഹുലിന്റെ ശബ്ദമാണ്, അത് സംസാരിച്ചിരിക്കുന്ന യുവതിയോടാണ് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കുക. അതിൽ ശാസ്ത്രീയമായ പരിശോധന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം. എന്തായാലും രാഹുൽ നേരത്തെ തന്നെ ഈ ശബ്ദം തന്റേതാണെന്നൊന്നും അഡ്മിറ്റ് ചെയ്തിരുന്നില്ല, അല്ല എന്നും പറഞ്ഞിരുന്നില്ല. അത് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. നിങ്ങളല്ലേ വാർത്ത കൊടുക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുള്ളത് ആണ് രാഹുൽ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന് അക്കാര്യം സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ശബ്ദം തന്റെ തന്നെയാണെന്നുള്ളതാണ് രാഹുൽ ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അവിടെ രാഹുൽ പറയുന്നത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, താൻ യുവതിയുമായി സംസാരിക്കുന്നത് അത് യുവതി തന്നെ റെക്കോർഡ് ചെയ്ത് തനിക്കെതിരെ ഒരു കേസാക്കുന്നതിന്റെ ഭാഗമായി റെക്കോർഡ് ചെയ്ത് തിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും രാഹുൽ ഒരു കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അത് രാഹുലിന്റെ ശബ്ദം തന്നെയാണെന്ന്. പക്ഷെ അതിന് മുന്നോടിയായി കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഗുരുതരമായ ഭാഷയിൽ സംസാരിക്കുന്നത്, അത്രയും മോശമായ ഭാഷയിൽ സംസാരിക്കുന്നത് രാഹുലും അതോടൊപ്പം തന്നെ രാഹുലാണ് സംസാരിക്കുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ശരി, സിജോ വിജോണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ രാഹുലിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള നടപടി.